മോളെ നീ അപ്ലൈ ചെയ്തോ? എന്തിന്? PSCക്ക്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതല്ലേ മോളെ ഞാൻ പറയണത്, നീ ഒന്ന് അപ്ലൈ ചെയ്യേ. എക്സാം എഴുതുക. നിന്നെ ആരും നിർബന്ധിച്ച് ജോലിക്കൊന്നും പറഞ്ഞു വിടാൻ പോകുന്നില്ലല്ലോ. നമുക്കതൊരു ഓപ്ഷനായിട്ട് വെക്കാലോ. പിന്നെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ മോളെ. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? എനിക്ക് പിന്നെ എന്തിനാ ഇൻട്രസ്റ്റ്? എനിക്ക് കുറച്ച് സമയവും സ്വീര്യവും എന്താ എന്നിട്ട് ഞാൻ പറയാം. ഞാൻ സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫീസിൽ പണിയെടുക്കാനില്ല. ഈ അരഗൻസാണ് നിൻ്റെ പ്രശ്നം. നിനക്കിപ്പോൾ കിട്ടിയുള്ള ഈ പ്രിവിലേജ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഉണ്ടാക്കി തന്നാണ്. ഫിനാൻഷ്യൽ സ്ട്രെസ് എന്താണെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ടോ? മനുഷ്യർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? കുറച്ചാൾ കയ്യിൽ പൈസ ഇല്ലാന്ന് ആക്ട് ചെയ്യണോ? അല്ല, ഈ പറഞ്ഞ അമ്മ കണ്ടിട്ടുണ്ടോ പട്ടിണി പരിവട്ടമൊക്കെ? എൻ്റെ റിസർച്ചിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് പഠിക്കുന്നതും കാണുന്നതും. അമ്മയ്ക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ. കണ്ടോ അവളുടെ അരഗൻസ്? കണ്ടോ? എപ്പോഴെങ്കിലും അമ്മ പറയണതൊന്ന് ചിന്തിച്ചാലോചിച്ച് ഞാനൊരു കാര്യം ചെയ്യും എന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? അതിന് ചിന്തിക്കാനുള്ള സ്പേസ് എനിക്ക് വീട്ടിൽ തരുന്നില്ലല്ലോ. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ജോലിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യാനാണ് നിന്റെ ഭാവം? എല്ലാ കാലത്തും അച്ഛൻ്റെ അമ്മേനെ തണല് ജീവിക്കാന്നാണോ? നിന്റെ അച്ഛനെ 2 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യും, അറിയാം നിനക്ക്? എൻ്റെ അമ്മേ, ഞാൻ ആരുടെ തണലിലൊന്നും ജീവിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്താ വേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ അത് ഈ വീട്ടിലെ പ്രശ്നമൊക്കെ തീർക്കാൻ നോക്ക്. തുറന്നിരിക്കുവല്ലേ? May I come in? നോ. ഇത് ഇൻവിറ്റേഷനൊക്കെ അയക്കണോ? കേറി വാ. എന്തിനത്ര ഫോമലാവുന്നേ? Are you alright? ഞാൻ ഭാസ്കരനോട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പെട്ടെന്നൊരു മനംമാറ്റം? എത്ര കാലമായി ഈ വഴക്കും വിദ്വേഷമൊക്കെ? മതി. ഓ, പ്രോപ്പർട്ടിയോ? പ്രോപ്പർട്ടീൻ്റെ എന്താ? അല്ല, ഷെയർ അവന് കൊടുക്കുമോ? അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നിനക്കെന്ത് തോന്നുന്നു? ഓ, നിങ്ങളെ വീട്ടുകാരിയല്ലേ, ഞാനെന്ത് പറയാനാ. പിന്നെ ഇവിടെ നിൽക്കാൻ പറയുന്നത് പോലെയല്ല പ്രോപ്പർട്ടി കൊടുക്കണത്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ. 2 വട്ടം ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അവളും എല്ലാം കഴിച്ചോ? ആ, എനിക്കറിയാം. നീ എന്തിനാ എപ്പോഴും അവളുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്? ഞാനാണോ അവളെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്? ഞാനല്ല, അമ്മയാണ് എപ്പോഴും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്. എന്താ അത്? അമ്മയല്ലേ? അതെ, അതിടയ്ക്കൊക്കെ അവർ ഓർക്കണം. ഇത്ര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് എപ്പോഴും അമ്മ പറയുന്നത് ശരി, ബാക്കി ആരെന്ത് പറഞ്ഞാലും തെറ്റ്. ഇതെല്ലാം പറഞ്ഞിട്ട് അവൾ എന്നെ ഈഗോയിസ്റ്റിക് എന്ന് വിളിക്കും. അവൾക്കാണ് ശരിക്കും ഈഗോ ഉള്ളത്. വിടിജേ, കുറച്ച് ദിവസമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ കരുതി സമാധാനമായി. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. എൻ്റെ വിശ്വേട്ടാ, ഇന്ന് കാണണമായിരുന്നു അവളുടെ ഒരു അഹങ്കാരം. അവൾ എന്തോ ആണെന്നുള്ളൊരു ഭാവമാണ് അവൾക്ക്. ദേഷ്യം വരുമ്പോൾ കാണാൻ ഭയങ്കര ക്യൂട്ടാ. അങ്ങനെ സ്വീറ്റ് ടോക്ക് നടത്തി എന്നെ ഹാപ്പി ആക്കാനൊന്നും നോക്കണ്ട. സ്വീറ്റാക്കല്ല, സീരിയസ്. ക്യൂട്ടല്ല, ബ്യൂട്ടിഫുൾ. കാണാൻ എന്ത് ഭംഗിയാണോ. ഒരു പ്രാവശ്യം അവളുടെ സോറി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മോളല്ലേ. ഞാനിതിന് സോറി പറയണം.
അങ്ങനെയൊക്കെ പറഞ്ഞതിന് അവളല്ലേ എന്നോട് സോറി പറയേണ്ടത്. എൻ്റെ ശരിയാവില്ല ഈ രണ്ടെണ്ണത്തെയും കൊണ്ട്. ശരി, ഞാൻ അവളോട് സംസാരിച്ച് താഴോട്ട് കൊണ്ടുവരാം. ദയവേ ഇത് പുതിയ വിഷയം ഉണ്ടാക്കല്ലേ. അത് അവളോട് പറ. ഞാൻ പറയാം, നീ ഒന്ന് കാമാട്ടിരിക്കേ. അവളെ അതെടാ, നീ നിന്റെ മോന്റെ അടുത്ത് എന്ന് ചോദിക്കും. അവൻ എന്റെ മോളുടെ മുറിയിൽ എന്ത് വൃത്തിയാ കാണിച്ചത്? സ്ഥലം പറയണ മര്യാദയ്ക്ക് പറയണം. നിന്റെ കുളം കാണിക്കാതിരിക്കോടാ പന്നി. ഓനിവിടെ ഇറങ്ങിയപ്പോ തൊട്ട് ഓളല്ലേ അവന്റെ പുറകെ നടന്നത്. ഈ നാളെ ഇങ്ങോട്ട് വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എല്ലാത്തിനും കാരണം നീ ഒരുത്തനാടാ പൊട്ട. എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ വിചാരിക്കുന്ന പോലെ അമ്മ ഇവനോട് ക്ഷമിച്ചൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിന്നെക്കാളൊക്കെ നന്നായിട്ട് അമ്മ എനിക്കറിയാം. അമ്മയ്ക്ക് ഇവനോട് വെറുപ്പാ. പറസേതോട്ടാ, അമ്മ എന്നെ കുറിച്ച് എന്താ പറഞ്ഞ? വാതർന്നുണ്ടെങ്കിൽ പറ പോട്ടാ. എന്നെ വിളിക്കരുത്. അവന് ഉളുപ്പുണ്ടോടാണ്ടതിനും സ്നേഹമില്ലാത്ത ജന്തുക്കള്. ഇനി എന്നെ മാനം വിളിച്ച മതി. ഇതെന്റെ പ്ലാനാ. എല്ലാത്തിനും ഒരുമിച്ച് സ്നേഹത്തോടെ കാണുന്ന എനിക്ക് തോന്നിപ്പോയി. നിന്നെ കുറിച്ചൊരു മുഴുവൻ പറഞ്ഞല്ലോടാ അമ്മ. കേട്ടോടാ വിശ്വ, ഇനി ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. മനസ്സിലായല്ലോ? ഇത്രയും കാലം ഞാനല്ല അമ്മേനെ നോക്കിയത്. എനിക്കറിയാം എങ്ങനെ നോക്കണം എന്നുള്ളത്. ഞാൻ നോക്കിക്കോളാം. എവിടെന്നാ വന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോക്കോളാം എല്ലാവരും. മോളെ രണ്ടും കൂടി ഭയങ്കര ലഹലയായിരുന്നു. ഞാൻ പേടിച്ചരണ്ട്. ഞാൻ എന്താ നടക്കാന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തൊരു ലഹലയായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം ബിന്ദു. എന്ത് പറ്റി മോനെ? രാവിലെ പെട്ടി കിടക്കുന്നത് സ്ഥലം വിട്ടോണം. ഓ